മൈഎംഎയിൽ നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായി ഉള്ള അടുത്ത സെഗ്മെന്റ് ഫാമിലി കാർണിവൽ ആണ്. ഫാമിലി കാർണിവൽ റൗണ്ടിൽ നമ്മളോടൊപ്പം എത്തുന്നു ജിജാഭായ് ആൻഡ് ചെമ്പകവല്ലിയമ്മ കോട്ടയത്ത് നിന്ന്. നമസ്കാരം അമ്മ. നമസ്കാരം. വളരെ നല്ല നീറ്റായിട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഫാമിലി കാർണിവൽ റൗണ്ടിൽ? ഒരു സ്കിറ്റാണ്. രാമ 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 രാമ. പുതിയ ഇവിടെ എല്ലാം വൃത്തികേടാക്കിയിട്ടിരിക്കുക. രാവിലെ വൃത്തിയാക്കി ഇട്ടിട്ട് പോയ സ്ഥലങ്ങളാണ്, പിന്നെ വൃത്തികേടാണ്. എന്റെ ദൈവമേ. ഓടി കിടക്കാം. ഏത് സമയവും പണി. വീട്ടിൽ വന്ന് കേറി അപ്പ ദുരിതമാ. പണി തന്നെ പണി. ഇത്ര സങ്കടപ്പെടാൻ വൃത്തസ്ഥാനം അത്ര ചീത്ത സ്ഥലം ഒന്നുമല്ല. ജോലിക്കാരുടെ മാതാപിതാക്കളെല്ലാം തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. പിന്നെ പിന്നെ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ കിട്ടുകയും ചെയ്യും. ഈ ഫ്ലാറ്റ് പോയിട്ട് കുളിച്ചുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. നീ ഇവിടെ എന്തെടുക്കാം? നിന്റെ ടീച്ചർ ഫോൺ ചെയ്തായിരുന്നു തന്നെ. നീ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലെന്ന്. എടി പിന്നെ നിന്നെ ഞാൻ എന്തിനാണ് പഠിക്കാൻ വിടുന്നേ? പോരാത്ത് പോകാനായിട്ട് പറഞ്ഞു. എന്റെ ദൈവമേ, ആ ഹോംവർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നല്ല തല്ല് വാങ്ങിക്കും. എന്റെ ദൈവമേ, പെണ്ണിന്റെ ഒരു കാര്യം ഇവിടെ എടുത്ത് ചെയ്യാം. മുത്തശ്ശി, ആ അമ്പിളിമാമന്റെ പാട്ടൊന്ന് പാടുത്താ മുത്തശ്ശി. പാട് മുത്തശ്ശി പ്ലീസ്. തുമ്പപ്പൂവിലും തൂമയിലെന്നുള്ള ആ പാട്ടൊന്ന് പാടിക്കൊടുക്കുക. തുമ്പപ്പൂവിലും തൂമയഴും നീല അമ്പിൾ പൂവിക്കൊണ്ടാകാശവീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാമരക്കൊമ്പിന്മേൽ നിന്നു കോലോളം ദൂരത്തിൽ. പഠിക്കുന്ന സമയത്ത് പെണ്ണിന്റെ ഒരു പാട്ട് കുത്തും. പഠിക്കാൻ പറഞ്ഞില്ലേ ഞാൻ? കയറി പോടി. അല്ലെങ്കിൽ തന്നെ എന്തിനാ കുട്ടിയെ വരെ വഴി പറയുന്നത്? കുട്ടിയെ വഴിതെറ്റിക്കാനേ ഓരോരോ ഐഡിയാതെ ഒരു സംഗീത പണ്ഡിത വരുന്നു. ഇതെല്ലാം കണ്ടു വളർന്ന മറ്റൊരു പണ്ഡിതൻ. എന്തിനു കൊള്ളാം. ഇതെല്ലാം പുഴിയത്തില്ലാലേ വയറിന്റെ വിശപ്പൊന്നും മാറുന്നില്ല. ഒന്ന് കോശം ബാധിക്കാനും പറ്റത്തില്ല. എന്നാ വെച്ച് നിങ്ങൾ തുറച്ചു നോക്കുന്നേ? അല്ലാലും പണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിടിക്കത്തില്ലല്ലോ. ഇന്ന് ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. മതി നിർത്ത. ഇവിടെ ആരുമില്ലേ? ആരാ? ആ, ഞാൻ ഗാന്ധി ആശ്രമത്തിൽ നിന്ന് വരികയാണ്. നിങ്ങളവിടെ രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ? ആ ചെയ്തു. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇവര് റെഡിയാണല്ലോ? റെഡിയാണ്. ഇവരാണ്. കൊണ്ടുപോകലോ അല്ലേ? ആ കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് ചെയ്തോളാം. കുറച്ചുകൂടെ പറയണ്ടേ? മാക്സിമം പറയണം. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നടക്കും. നമുക്ക് പോവാം. നമ്മെപ്പോലെയുള്ള ആൾക്കാര് അവിടെ ധാരാളമുണ്ട്. അവരുടെ കൂടെ നമുക്ക് കഴിയാം. നമ്മുടെ കുട്ടികൾക്കല്ലേ സന്തോഷം വേണ്ടത്. അവർ സന്തോഷിക്കട്ടെ. അതാ നല്ലത്. നമുക്ക് പോവാം. കരയണ്ട. കരയാതെ നല്ലോണം പഠിച്ച് വൃത്തിയായിട്ട് അച്ഛനെയും അമ്മയും അനുസരിച്ച് ജീവിക്കണം കേട്ടോ. നല്ലോണം പഠിക്കുക.
അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പോക്കോളൂ. അമ്മ മുത്തശ്ശി പോണെന്ന് പറയമ്മേ. മുത്തശ്ശി മുത്തശ്ശിയോടും ഒരു പിണക്കവും ഇല്ല. പിന്നെന്തിനാ അമ്മ മുത്തശ്ശിയോട് വഴക്കുന്നെ? അത് അമ്മയുടെ അവസ്ഥയാണ് മക്കളെ. അമ്മയും അച്ഛനും ഓഫീസിൽ പോകുമ്പോ അവര് തനിച്ചല്ലേ ഉള്ളൂ. വയസ്സായ ആൾക്കാരല്ലേ. അമ്മ സ്നേഹത്തോടെ പറഞ്ഞ അവരുടെ വിഷമം കൂടെയല്ലേ ഉള്ളൂ. അമ്മ അവിടെ അവർക്ക് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ മോടെ കൂടെ അച്ഛനും അമ്മയും എന്നും വന്ന് മുത്തശ്ശിയെ പോയി കാണാം. മുത്തശ്ശിയുടെ നമുക്ക് കളിക്കാം, പാട്ടുപാടാം, ഒന്നിച്ച് ആഹാരം കഴിക്കാം. എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിയാമായിരുന്നു. വൃദ്ധമാതാപിതാക്കൾ ഒരു ബാധ്യതയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പിഴച്ചു. അവർ ജീവിതത്തിൽ ആർജിച്ച അറിവുകൾ, അവർ പകർന്നു നൽകുന്ന സ്നേഹം, സഹവർത്തിത്വം, മാനുഷിക മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അണുകുടുംബങ്ങളിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സ്നേഹവും ധാർമ്മികതയും ഉണർത്താൻ, നിങ്ങളുടെ വാർദ്ധക്യം നാളെ വൃദ്ധസദനങ്ങളിലാകാതിരിക്കാൻ നമുക്ക് നമ്മുടെ വൃദ്ധമാതാപിതാക്കളെ സ്നേഹിക്കാം. ചേച്ചി, എന്തായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്? എന്തൊക്കെയായിരുന്നു അത്? എന്റെ അച്ഛനെ അമ്മയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാറുന്നില്ലേ? ഭാര്യയോട് അധികം പ്രതികരിക്കാൻ പറ്റിയല്ലോ. നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. സുമാരിയമ്മ, വളരെ നന്നായിരുന്നു. നല്ല ഒരു സംഭവമാണ് നിങ്ങൾ എടുത്ത് കാണിച്ചത്. നന്നായിരുന്നു. ഞാൻ മള്ളിയൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്, തിരുമേനിയെ കണ്ടിട്ടുണ്ട്, അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഓണത്തിന് മുണ്ടുനെരിയതൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട്. ഞാൻ അവിടെ എപ്പോഴും വന്ന് തൊഴാറുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ആ ഗണപതിയെയും കൃഷ്ണനെയും വിചാരിച്ച് ഞാൻ നമസ്കരിക്കുന്നു. എന്തായിരുന്നാലും സംഭവം വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ കുറച്ച് കൂടിപ്പോയോ എന്ന് നമുക്ക് തോന്നി. അത് ചിലപ്പം ഈ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇമോഷൻ കൂടുതലായതുകൊണ്ട് ആയിരിക്കാം. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ ഇനിയും വളരെ നന്നായിരുന്നേനെ. എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. നല്ല ഒരു സബ്ജക്ട്. തിരുമേനിക്ക് നമസ്കാരം. ഞാനും ചേച്ചി പറഞ്ഞ പോലെ മള്ളിയൂർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. തിരുമേനിക്ക് ഒരുപക്ഷെ അനിലിനും അറിയാമായിരിക്കും. ഞാൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, പൂർണിമ, ഞങ്ങളെല്ലാവരും വരാറുണ്ട്. അദ്ദേഹമായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് കിട്ടിയതുപോലെ നേരിയതൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഞാൻ ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് മുമ്പ് അത് ഡിസ്കസ് ചെയ്യാൻ എന്താ പറയുക, എന്റെ പ്രധാന പോയിന്റ് എന്ന് പറയാൻ മറ്റൊന്നുമല്ല. ജീജാബായുടെ അവസാനത്തെ ആ സങ്കടം കണ്ടപ്പോ ഓവറാണെന്ന് തോന്നിയില്ല. ഞാൻ പ്രതീക്ഷ എന്താ അറിയോ, കാര്യമായ എന്തോ ഒരു അസുഖമുണ്ട്. ഇനി ഇത് ചികിത്സയുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഈ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർ തകർന്നു പോകും. അതുകൊണ്ട് രഹസ്യമായിട്ട് അവരെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയിട്ട് ചികിത്സയ്ക്ക് അങ്ങനെ എന്തോ ആണ് എന്റെ മനസ്സിൽ ആദ്യം വന്നത്. പിന്നീട് കഴിഞ്ഞപ്പോൾ ഇല്ല മോളെ അമ്മയുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കരച്ചിൽ ഒരു കുറച്ച് കൂടിപ്പോയി തോന്നാനുള്ള കാര്യം അതാണ്. കാരണം ഞങ്ങൾ തെറ്റിദ്ധരിച്ചു വേറെ എന്തോ ആണ് സംഭവം എന്നുള്ളതാണ് ഒന്നാമത്. പിന്നൊന്ന്, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ അച്ഛനെയും അമ്മയും ഒരു ജോലിക്കാരിയോ ഒരു ഹോം നേഴ്സോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് നിർത്തി നോക്കാം. കാരണം അവിടെ കൊണ്ടാക്കിയാലും ചെലവാണ്. സൗജന്യമായിട്ട് ഇപ്പൊ ആരും വൃദ്ധസാധനം വിട്ടാരെ ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്ന വൃദ്ധസാധനങ്ങൾ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ചെലവുണ്ടാകും അവിടെ സ്വാഭാവികമായിട്ടും.
പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതാണൊരു കാരണം. വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ അവരെ നോക്കാൻ ഒരാളെ നിർത്താം. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതെല്ലാം നമ്മളൊരു വാദമുഖത്തിന് വേണ്ടിയും അതിനകത്ത് നമുക്ക് തോന്നിയ ചെറിയ ഒരു കൺവിൻസ്ഡ് ആയില്ല എന്ന് തോന്നുന്ന പോയിന്റ്സ് നമ്മളൊന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രം. മിക്ക മാതാപിതാക്കളും വിചാരിക്കുന്നത് വയസ്സായവരും കൂടെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കത്തില്ല, കൂടുതൽ സമയം ഇവരുടെ കൂടെ കളിച്ച് നടക്കും. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും ഒരു ശല്യമാണെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പം അച്ഛനും അമ്മയുടെയും കൂടെ കളിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും എല്ലാം സമയം പാഴാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു കാഴ്ചപ്പാട്. അത് കാരണമാണ് ഇങ്ങനെ വൃദ്ധസദനത്തിലേക്കൊക്കെ ആൾക്കാരെ അയക്കുന്നത്. അതൊരു കാരണം. അപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന രീതി പല വിധത്തിലും അവർക്ക് ദോഷകരമായിട്ടാണ് വരുന്നത്. ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അവർക്ക് ശരിക്കും മാതാപിതാക്കളോടൊന്നും തുറന്നു പറയാനുള്ള അവസരം കിട്ടുന്നില്ല, ബിസി ആയതുകൊണ്ട്. പിന്നെ അവർ കുറച്ചെങ്കിലും ഷെയർ ചെയ്യുന്നത് അപ്പൂപ്പനോടും അമ്മമ്മയോടും ആയിരിക്കും. അപ്പൊ അതിനും കൂടെ ഉള്ള ചാൻസ് ആണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവർ വളർന്നു വരുമ്പോഴത്തേക്ക് അത് അവരെ വളരെയധികം പ്രോബ്ലത്തിലോട്ട് നയിക്കുന്നുണ്ട്. ഇത് എല്ലാ മാതാപിതാക്കളും അറിയേണ്ട ഒരു കാര്യമാണ്. എന്റെ സ്ട്രെങ്താണ് ഇവർ രണ്ടുപേരും കേട്ടോ. അത് പറയാതെ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പ്രോബ്ലം നല്ല പറയുന്നത്. നിങ്ങളിതൊരു നാടകമായിട്ട് കാണിച്ചു, അല്ലെ ഒരു സ്കിറ്റായിട്ട് കാണിച്ചു. പക്ഷെ ഇതൊരു സമൂഹത്തിന് കിട്ടേണ്ട ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കുട്ടികളുടെ അരക്ഷിതാവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, കുട്ടികള് സ്കൂളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അവര് വന്ന് ആരടുത്ത് പറയും? ആദ്യം വീട്ടിൽ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവരുടെ അടുത്തല്ലേ പറയുള്ളൂ. അച്ഛനും അമ്മയും വരുമ്പോ ലേറ്റ് ആവും, പറയാനൊക്കില്ല. അപ്പൊ അവർക്ക് ഇതൊന്നും പറയാൻ ആരും കാണില്ല, അല്ലെ? ആരും പറയും. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ TV ഓൺ ചെയ്ത് അത് കാണുന്നത്. അല്ലെങ്കിൽ അവർ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. പിന്നെ ഒരിക്കലും ഇവർ രണ്ടുപേരും ഓരോ ഓൾട്ടേജ് ഹോമിലും പോകത്തില്ല. എന്റെ ചെമ്പകത്തെ വിട്ട് എനിക്ക് ഓരോരോ പണിയില്ല ഒരിക്കലും. വിഷമമൊന്നുമില്ല, സന്തോഷം. അത് കുഴപ്പമില്ല. അല്ലാതെ ഈ ഇങ്ങനത്തെ ഒരു നാടകത്തിൽ അഭിനയിച്ച അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മരുമകളെ കുറിച്ച് നല്ല ഒപ്പീനിയൻ തന്നെയാണ് അമ്മയ്ക്കെന്ന് അറിയാം. ഇതൊരു സന്തോഷ കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ജീജാബായി അത് പറഞ്ഞപ്പോഴുണ്ടായ ഒരു സന്തോഷാശ്രമാണ്. അതെ, സന്തോഷാശ്രം, അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് നിന്നാ പോരാ, നമ്മുടെ മാർക്സും കൂടി നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. സുകുമാരമ്മ, ഔട്ട് ഓഫ് 40 ഇവർക്ക് എത്ര മാർക്കാണ് കൊടുക്കുന്നത്? 35 ഔട്ട് ഓഫ് 40. മല്ലിക മാം? Definitely 35 out of 40. Very good. And doctor? 16 out of 20. കണ്ടില്ലേ, 100ൽ 86 മാർക്കാണ് ഈ സന്തുഷ്ടമായ കുടുംബം നേടിയെടുത്തിരിക്കുന്നത്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മായിയമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രായമായവർ ശരിക്കും നമുക്ക് കിട്ടിയ അമൂല്യമായ നിധി തന്നെയാണ്. അത് നിധിയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ നിധി എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന പ്രതിജ്ഞ നമുക്ക് ഈ അവസരത്തിൽ എടുക്കാം. കാത്തിരിക്കുക. ശുഭരാത്രി.